യേശുനാമത്തിൻ്റെ ശക്തി. ഈ ബുക്ക് ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ ആണ് എഴുതിയത്. വട്ടായിലച്ഛൻ്റെ അഭിഷേകാഗ്നി മിനിസ്ട്രിയിലൂടെ ഈ ബുക്ക് കിട്ടാവുന്നതാണ്. ഇത് ഓഡിയോ രൂപത്തിൽ വായിച്ച് ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ഓഡിയോ ആയിട്ട് വായിച്ച് പോകുന്നു. യേശുനാമത്തിൻ്റെ ശക്തി. യേശു എന്ന നാമം പിതാവായ ദൈവം നൽകിയ നാമം, എല്ലാ നാമത്തിനും ഉപരിയായ നാമം, പിശാചുക്കൾ ഞെട്ടിയുടയ്ക്കുന്ന നാമം, സ്വർഗത്തിൽ വാതിൽ തുറക്കുന്ന നാമം, ദൈവമക്കളാക്കുന്ന നാമം, പാപമോചനം നൽകുന്ന നാമം, രോഗശാന്തി നൽകുന്ന നാമം, രക്ഷയ്ക്കുള്ള ഏകനാമം, സകലത്തിൻ്റെയും മേൽ അധികാരമുള്ള നാമം, പരിശുദ്ധാത്മാവിനെ നൽകുന്ന നാമം, അനുഗ്രഹം വാഗ്ദാനം ചെയ്യപ്പെട്ട നാമം. യേശുനാമത്തിൻ്റെ ശക്തിയുള്ള നാമമാണ് യേശുനാമം. യേശു എന്ന നാമത്തിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടുത്തുന്ന അനേക സംഭവങ്ങൾ ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇടിമിന്നൽ പോലെ ദൈവശക്തിയെ ഭൂമിയിലേക്ക് വിളിച്ചിറക്കുന്ന നാമമാണ് യേശുനാമം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ഈ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. 1. യേശു എന്ന നാമത്തിൻ്റെ പ്രത്യേകതകൾ. പിതാവായ ദൈവം നൽകിയ നാമമാണ് യേശുനാമം. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ലൂക്ക 1:31. സാധാരണയായി ഒരു കുഞ്ഞ് ജനിച്ച് ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയുന്നതിന് ശേഷം നാം കുഞ്ഞിന് പേരിടുന്നു. എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഈശോ മാതാവിൻ്റെ ഉദരത്തിൽ ജന്മമെടുക്കുന്നതിന് മുമ്പ് തന്നെ നീ അവന് യേശു എന്ന് പേരിടണം എന്ന് ദൈവം നിർബന്ധം പിടിക്കുകയാണ്. യേശു എന്ന പേര് കണ്ടുപിടിച്ചത് മാതാവോ ഔസപിതാവോ അവരുടെ ബന്ധുക്കളിൽ ആരെങ്കിലോ ആയിരുന്നില്ല. പിന്നെയോ പിതാവായ ദൈവം തന്നെയാണ്. പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എല്ലാ മനുഷ്യർക്കും വേണ്ടി പിതാവ് രൂപപ്പെടുത്തി നൽകിയ നാമമാണ് യേശു എന്ന നാമം. രാജാക്കന്മാരും ചക്രവർത്തികളും ഭരണകൂടങ്ങളും പല സ്ഥാപനങ്ങളും ഏകാധിപതികളും സൈനിക ശക്തികളും ഈ നാമത്തെ തുടച്ചു മാറ്റാൻ ഒറ്റക്കെട്ടായി പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം തകർന്നു നാമാശേഷമായി. യേശു എന്ന നാമം ജനകോടികളെ ആവേശം കൊള്ളിച്ച് ഇന്നും ഉയർന്നു നിൽക്കുന്നു. 2. എല്ലാ നാമത്തിനും ഉപരിയായ നാമം യേശുനാമം. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഫിലിപ്പി 2:9. യേശു എന്ന നാമത്തിന് മുകളിൽ അധികാരമുള്ള വേറൊരു നാമം സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമില്ല. എന്തെന്നാൽ പിതാവിൻ്റെ ഇഷ്ടനാമമായ യേശു എന്ന നാമത്തിൻ്റെ മുൻപിൽ ഈ സൃഷ്ടപ്രപഞ്ചത്തിലുള്ള സകലരും മുട്ടുമടക്കണമെന്ന് ദൈവപിതാവ് ആഗ്രഹിക്കുന്നു. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. യോഹന്നാൻ 12:28. 3. യേശുനാമം പിശാചുക്കൾ ഞെട്ടിവിറയ്ക്കുന്ന നാമം. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ലൂക്ക 10:17. ഈശോ തന്റെ ശിഷ്യന്മാരെ 72 പേരായി താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും അയച്ചു. അവർ പോയി യേശു പറഞ്ഞതുപോലെ ചെയ്തു. പ്രസംഗിച്ചു, പ്രാർത്ഥിച്ചു, ജനത്തെ ഒരുക്കി. അവരുടെ ശുശ്രൂഷയിൽ 72 പേരും കണ്ട യാഥാർത്ഥ്യം അവർ തിരിച്ചു വന്ന് യേശുവിനോട് പറഞ്ഞു, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുക മാത്രമല്ല ചെയ്തത്, അവൻ ഇടിമിന്നൽ പോലെ ക്ഷണനേരം കൊണ്ട് അവന്റെ കൊത്തളങ്ങളിൽ നിന്ന് പൊട്ടി വീഴുക തന്നെ ചെയ്തു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. ലൂക്ക 10:18. ഞാനും നിങ്ങളും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, വചനം പ്രസംഗിക്കുമ്പോൾ സാത്താൻ ഇടിമിന്നൽ പോലെ നിലം പതിക്കുന്നു. സാത്താനെ വീഴ്ത്തുന്ന നാമമാണ് യേശുനാമം. അതുകൊണ്ട് യേശുനാമം ഉപയോഗിക്കാതിരിക്കാൻ സാത്താൻ നമ്മുടെ മനസ്സുകളെ വ്യതിചലിപ്പിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും, ഇടവകയിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന്, സ്ഥാപനത്തിൽ നിന്ന്,
ദേശത്തു നിന്ന് സാത്താൻ ഇടിമിന്നൽ പോലെ വീണു തകരാൻ യേശു എന്ന നാമം ശക്തിയായി ഉപയോഗിക്കുക. യേശുവിൻ്റെ നാമം ഏറ്റുപറയുക. യേശുനാമത്തെ സ്തുതിക്കുന്ന പാട്ടുകൾ പാടി പ്രാർത്ഥിക്കുക. യോഹന്നാൻ പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. യേശു പറഞ്ഞു, അവനെ തടയണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് എതിരില്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. ലൂക്ക 9:49-50 മാമോദീസ മുങ്ങാത്ത ഒരാളാണെങ്കിൽ പോലും യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് കർത്താവും നാഥനുമായി അംഗീകരിച്ച് ആരാധിച്ചാൽ, യേശുവിനെ വിശ്വസിച്ചാൽ, ആ വ്യക്തി ആജ്ഞാപിച്ചാലും യേശുനാമത്തിൽ പിശാച് പലായനം ചെയ്യും. അതിനാൽ സദാ യേശുനാമം ഉപയോഗിക്കുക. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്നും പുറത്തു പോകാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 16:18. ഇവിടെയെല്ലാം കാണുന്ന പ്രത്യേകത, യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ തക്ഷണം സാത്താൻ വിട്ടുപോകും. ക്ഷണം നേരത്തേക്ക് പോലും പിന്നീട് അവന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അവർ കഫർനാമിലെത്തി. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ടു നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു, പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കൾ പോലും അവനെ ആജ്ഞാപിക്കുന്നു. അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. ഇത് മാർക്കോസ് ചാപ്റ്റർ 1:21-27. യേശുവിന്റെ സാന്നിധ്യത്തിൽ പിശാച് ഞെട്ടിവിറയ്ക്കുകയാണ്. അതേപോലെ തന്നെ യേശുനാമം ഉപയോഗിക്കുമ്പോഴെല്ലാം പിശാച് ഞെട്ടിവിറയ്ക്കും. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഫിലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. ഫിലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏകമനസ്സോടെ ശ്രദ്ധിച്ചു. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തരും സുഖം പ്രാപിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8:4-8 വരെയുള്ള വാക്യം. ഭയം കൂടാതെ യേശുനാമം ഉപയോഗിക്കുക. യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നിടത്ത് നിന്ന് പിശാചുക്കൾ ഭയപ്പെട്ടോടിപ്പോകും. 4. സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന നാമം യേശുനാമം. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. യോഹന്നാൻ 15:16. സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന നാമമാണ് യേശു എന്ന നാമം. നാം പ്രാർത്ഥിക്കുമ്പോൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കണം. പിതാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശനം നൽകുന്ന നാമമാണ് യേശുനാമം. മാതാവിൻ്റെയോ വിശുദ്ധരുടെയോ മറ്റാരുടെയും നാമത്തിലല്ല, യേശുവിൻ്റെ നാമത്തിലാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ 16:23. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്താൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. യോഹന്നാൻ 14:11. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. യോഹന്നാൻ 14:14. യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോഴും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ ഈ വചനങ്ങളിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നു. ഈ നാമത്തെക്കുറിച്ച് കൂടുതലായി പഠിപ്പിക്കുന്നതിന് യേശു തന്നെയാണ്. അതിനാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കണം.
ഉദാഹരണത്തിന്, ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദുഃഖഭാരം നിറഞ്ഞ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ദുഃഖം വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. 5. ദൈവമക്കളാക്കാനുള്ള നാമം യേശു നാമം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. യോഹന്നാൻ 1:12. പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി തന്റെ ജീവിതകാലത്ത് കർത്താവായ യേശുവിനെ കുറിച്ച് കേട്ട്, യേശുവിന്റെ കുരിശുമരണത്തെക്കുറിച്ച് അറിഞ്ഞ്, യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ശരീരത്തിൽ ഏറ്റെടുത്തുവെന്നും യേശുവിന്റെ കുരിശുമരണത്താൽ എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടുവെന്നും വിശ്വസിച്ച് അന്യതപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവ ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തം ജീവിതത്തിന്റെ കർത്താവായി ഒരു വ്യക്തി സ്വീകരിച്ചാൽ അദ്ദേഹം ഒരു ദൈവ പൈതലിന്റെ സ്ഥാനത്തേക്ക് ഉയരുകയാണ്. ഇത് വായിക്കുന്ന എന്റെ സഹോദര, ഇത് കേൾക്കുന്ന എന്റെ സഹോദര സഹോദരി, നീ നിന്റെ ജീവിതത്തിൽ സത്യത്തിൽ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? അതോ ജഡപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണ് നീ? ജഡിക സ്വഭാവം അനുസരിച്ച് ജീവിക്കുന്നവൻ ആത്മീയനല്ല. അവൻ ദൈവത്തോട് ശത്രുതയിൽ കഴിയുന്നു. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടില്ല. കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഇത് റോമ 8:7-8. എന്നാൽ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ യേശുവിനെ കുറിച്ച് കേട്ട് വിശ്വസിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ വചനം പഠിപ്പിക്കുന്നു, അവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. പുത്രനെ സ്വീകരിക്കുന്നവൻ അവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവൻ ജീവനില്ല. ഇത് 1 യോഹന്നാൻ 5:12. യേശു തന്നെ തന്റെ പരസ്യ ജീവിതകാലത്ത് ഇക്കാര്യത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഇത് യോഹന്നാൻ 17:3. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവന്റെ മേൽ ഉണ്ട്. യോഹന്നാൻ 3:36. യേശുവിനെ വിശ്വസിക്കുക, യേശുവിനെ ഏറ്റുപറയുക, നിന്റെ ആത്മാവിന്റെ നിത്യത ഭദ്രമാക്കുക. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. യോഹന്നാൻ 1:13. ചിന്തിച്ചു നോക്കുക, നാം വീണ്ടും ജനിച്ചത് യേശുവിന്റെ നാമത്തിന്റെ യോഗ്യത കൊണ്ടാണ്. യേശുവിന്റെ നാമത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നവരാണ് നാം. യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവമനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശദീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 1:30. യേശുവിന്റെ നാമത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് ദൈവ പൈതൽ എന്ന നമ്മുടെ അസ്തിത്വം. യേശുവിന്റെ നാമം വഹിക്കാനുള്ള നിയോഗവും നമുക്കുണ്ട്. കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിയമാവർത്തനം 28:10. 6. പാപമോചനം നൽകുന്ന നാമം യേശുനാമം. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. മത്തായി 1:21. ദൈവദൂതൻ തന്റെ സ്വന്തം അഭിപ്രായമല്ല ഇവിടെ വെളിപ്പെടുത്തിയത്. പിതാവായ ദൈവം യേശുവിനെ കുറിച്ച് പറയാൻ ഏൽപ്പിച്ച ദൂതനാണ്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്നുള്ളത് പിതാവിന്റെ ഈ സന്ദേശമാണ് ദൂതൻ യൗസേപ്പ് പിതാവിനോട് പ്രഖ്യാപിക്കുന്നത്. യേശു പാപമോചകനാണ്. ഇത് നീ ഇന്ന് പാപത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണോ? യേശുവെ എന്ന് വിളിക്കുക. ദൈവം നിനക്ക് രക്ഷയിലേക്കുള്ള അനുതാപം തരും. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്നും പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവർത്തനം 10:43. യേശുവിന്റെ നാമത്തിൽ നമുക്ക് പാപമോചനമുണ്ട്. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ യേശുവിനെ തന്റെ രക്ഷകനായി അംഗീകരിച്ച്
കർത്താവായി ആരാധിച്ച് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ അവന് പാപക്ഷമയുണ്ട്. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാവും. അപ്പോൾ നമ്മൾ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്നും നമ്മെ രക്ഷിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 1:8-9 വരെയുള്ള വചനങ്ങൾ. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്തെന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾ. 1 യോഹന്നാൻ 2 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, അവന്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് 1 യോഹന്നാൻ 2:12. ഇനി നീ എന്ത് കാത്തിരിക്കുന്നു? എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക, അവന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. അപ്പസ്തോല പ്രവർത്തനം 22:16. 7. രോഗശാന്തി നൽകുന്ന നാമം യേശുനാമം. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പസ്തോല പ്രവർത്തനം 3:6. പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കുവാനായി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സുന്ദര കവാടത്തിൽ വെച്ച് ജന്മനാ മുടന്തനായ ഒരുവൻ ഭിക്ഷയാചിച്ചു. പത്രോസ് അവനെ സൂക്ഷിച്ചു നോക്കി. ഉടനെ പത്രോസിന്റെ ഹൃദയത്തിൽ യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസം ഉണർന്നു. പത്രോസ് ധൈര്യപൂർവ്വം പറഞ്ഞു, നസ്രാനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുൻപിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. അപ്പസ്തോല പ്രവർത്തനം 3:16. യേശുവിന്റെ നാമത്തിലുള്ള ബോധ്യവും വിശ്വാസവും വളരണം. യേശുനാമത്തിലുള്ള ബോധ്യവും വിശ്വാസവും നമ്മിൽ വളർച്ച പ്രാപിക്കുന്നതിനനുസരിച്ച് ഈ നാമം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിൻ്റെയും മേലും ഒരു അധികാരമായി മാറും. അപ്പസ്തോലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്ത് അധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിനാലാണ് നിങ്ങളിത് പ്രവർത്തിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്, എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ചു ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയതെന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇത് അറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും മരിച്ചവരിൽ നിന്നും ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അത് അപ്പസ്തോല പ്രവർത്തനം 4:7 മുതൽ 10 വരെയുള്ള വാക്കുകൾ. ജന്മനാ മുടന്തനായവൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ അപ്പസ്തോലന്മാർ വിചാരണ ചെയ്യപ്പെടുകയാണ്. അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും സമ്മേളിച്ച് അവരോട് ചോദിക്കുകയാണ്, എന്ത് അധികാരത്തിലാണ് നിങ്ങളിത് ചെയ്യുന്നത്? യേശുവിന്റെ നാമം അത് വിശ്വസിച്ച് സ്വീകരിക്കുന്നവർക്ക് ഒരു അധികാരമായി മാറും, എല്ലാറ്റിൻ്റെയും മേലുള്ള ഒരു അധികാരം. പത്രോസ് ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ ലിദിയായിലെ വിശുദ്ധരുടെ അടുക്കലെത്തി. അവിടെ എനയാസ് എന്നൊരുവനെ കണ്ടുമുട്ടി. അവൻ 8 വർഷമായി തളർവാദം പിടിപെട്ട് രോഗശല്യയിലായിരുന്നു. പത്രോസ് അവനോട് പറഞ്ഞു, അനനിയാസേ, യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്ക ചുരുട്ടുക. ഉടൻ തന്നെ അവൻ എഴുന്നേറ്റു. ഇത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:39-34 വചനങ്ങൾ. ആദിമ സമാസമൂഹം ഒരുമിച്ച് കൂടിയിരുന്നപ്പോഴെല്ലാം യേശുവിന്റെ നാമത്തിൽ വൻ കാര്യങ്ങൾ സംഭവിക്കുന്നത് വേണ്ടി അവർ പ്രാർത്ഥിക്കുമായിരുന്നു.
അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനകൾ കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ഇത് അപ്പസ്തോല പ്രവർത്തനം 30-31. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ആദിമസഭയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന അനുഭവമാണ്. മാന്ത്രിക വിദ്യ നടത്തിക്കൊണ്ടിരുന്ന ശിമയോൻ എന്നൊരുവൻ ആ നഗരത്തിലുണ്ടായിരുന്നു. അവൻ വലിപ്പം ഭാവിച്ച് സമരിയ പ്രദേശത്തെ വിസ്മയിപ്പിച്ചു. ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അവൻ പറയുന്നത് കേട്ടിരുന്നു. അവൻ പറഞ്ഞു, മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദൈവശക്തി തന്നെയാണ് ഈ മനുഷ്യൻ. ദീർഘകാലമായി മാന്ത്രിക വിദ്യകൾ കൊണ്ട് അവരെ വിസ്മയിപ്പിച്ചതിലാണ് എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോന്നത്. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുവിന്റെ നാമത്തെക്കുറിച്ചും ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും വിശ്വസിച്ചു. ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ശിമയോൻ പോലും വിശ്വസിച്ചു. അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഫിലിപ്പോസിന്റെ കൂടെ ചേർന്നു. സംഭവിച്ചുകൊണ്ടിരുന്ന അടയാളങ്ങളും വലിയ അത്ഭുത പ്രവൃത്തികളും കണ്ട് അവർ ആശ്ചര്യഭരിതരായി. ഇത് അപ്പസ്തോല പ്രവർത്തനം 8-ാമത്തെ അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്കുകൾ. 8. രക്ഷയ്ക്കുള്ള ഏകനാമം യേശുനാമം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇത് അപ്പസ്തോല പ്രവർത്തനം 4:12. ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. മനുഷ്യരക്ഷയ്ക്കുള്ള ഏകനാമമാണ് യേശുനാമം. മറ്റാരിലും രക്ഷയില്ല. അവന്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വയ്ക്കും. മത്തായി 12:21. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കും. ഇത് ജോയൽ 2:32. നാം വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കാൻ സ്വർഗം നമുക്ക് നൽകിയിട്ടുള്ള രക്ഷാനാമമാണ് യേശുനാമം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇത് അപ്പസ്തോല പ്രവർത്തനം 16:31. പുത്രനിൽ വിശ്വസിക്കുന്നവർ നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവന്റെ മേലുണ്ട്. ഇത് യോഹന്നാൻ 3:36. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുക. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന എല്ലാവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കും. 1 പത്രോസ് 3:15. യേശു എന്ന വ്യക്തിയും യേശു എന്ന നാമം രണ്ടല്ല, ഒന്നാണ്. യേശു എന്ന നാമം വിശ്വാസത്തോടെ ഉപയോഗിക്കുന്നിടത്ത് യേശു എന്ന വ്യക്തിയുടെ സാന്നിധ്യമുണ്ട്. വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുക. 9. സകലത്തിന്റെ മേലും അധികാരമുള്ള നാമം യേശുനാമം. ഇത് യേശുവിന്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കുന്നതിനും യേശു ക്രിസ്തുവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഫിലിപ്പി 2:10-11. യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് തന്റെ ശിഷ്യന്മാർക്ക് ഇതിനെപ്പറ്റി വെളിപ്പെടുത്തി കൊടുത്തു. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളിച്ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് മത്തായി 28:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യേശുനാമത്തിന് രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്, ശാപത്തിന്റെ മേൽ അധികാരമുണ്ട്, മരണത്തിന്റെ മേൽ അധികാരമുണ്ട്, പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുണ്ട്, അന്ധകാര ശക്തികളുടെ മേൽ അധികാരമുണ്ട്, മനുഷ്യരുടെ മേലും ജനസമൂഹങ്ങളുടെ മേലും അധികാരമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടാവസ്തുക്കളുടെ മേലും യേശുനാമത്തിന് അധികാരമുണ്ട്. ജീവിക്കുന്നവരുടെ മേലും മരിച്ചവരുടെ മേലും യേശുവിന് അധികാരമുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിക്കുന്നവൻ അവനാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി. അപ്പോസ്തല പ്രവർത്തനം
10:42. 10 പരിശുദ്ധാത്മാവിനെ നൽകുന്ന നാമം യേശുനാമം. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിക്കുകയും ചെയ്യും. ഇത് യോഹന്നാൻ 14:26. യേശുനാമത്തിൽ ശിരസിൽ കൈകൾ വയ്ക്കുമ്പോൾ മാത്രമല്ല, യേശുവിന്റെ നാമത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, യേശുനാമം ഉദ്ഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വ്യക്തികളുടെ വന്നു നിറയുന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിജാതിയുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോടുകൂടെ വന്നിരുന്ന പരിച്ഛേദിതനായ വിശ്വാസികൾ വിസ്മയിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു. ഇത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വചനം. 11 അനുഗ്രഹം വാഗ്ദാനം ചെയ്യപ്പെട്ട നാമം യേശുനാമം. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം ക്രിസ്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ. കൊളോസ്യോസ് 3:17. നാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് അനുഗ്രഹപ്രദമായി മാറണമെങ്കിൽ അത് യേശു നാമത്തിൽ ചെയ്യണം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിലുള്ളവരാണെങ്കിൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഇത് മർക്കോസ് 9:41. നാം ആർക്കെങ്കിലും കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും യേശുനാമത്തിൽ കൊടുക്കണം. നാം ഒരാളെ സ്വീകരിക്കുമ്പോൾ യേശുനാമത്തിൽ സ്വീകരിക്കണം. ഇത് യേശു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. ഇത് മർക്കോസ് 3:37. മർക്കോസ് 9:37. നമുക്കിഷ്ടമുള്ള വസ്തുക്കൾ കൊണ്ട് പണിയാം. ചിലർ വെള്ളി കൊണ്ട് പണിയുന്നു, ചിലർ സ്വർണം കൊണ്ട് പണിയുന്നു, മറ്റു ചിലർ പുല്ലുകൊണ്ടും വൈക്കോല് കൊണ്ടും പണിയുന്നു. അഗ്നിശോധനയെ നേരിടുമ്പോൾ പുല്ലുകളും വൈക്കോലുകൊണ്ടും പണിതത് കത്തിച്ചാമ്പലാകും. അവർ നഷ്ടം സഹിക്കേണ്ടി വരും. എന്നാൽ വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും പണിതത് കൂടുതൽ ശോഭയോടെ തിളങ്ങും. യേശുനാമത്തിൽ ചെയ്ത പ്രവൃത്തികൾ വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും പണിതതിന് തുല്യമാണ്. മറ്റു പ്രവൃത്തികൾ പുല്ലുകൊണ്ടും വൈക്കോലുകൊണ്ടും പണിതതിന് തുല്യം. അതിനാലാണ് ശ്ലീഹ പഠിപ്പിക്കുന്നത്, നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അത് യേശുനാമത്തിൽ പറയണം, ഒരു പ്രവൃത്തി ചെയ്താൽ അത് യേശുനാമത്തിൽ ചെയ്യണം. 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഇത് മത്തായി 18-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യും. ഇത് കൊളോസിയൻസ് 3:17. നമ്മുടെ പ്രാർത്ഥനകളും പ്രവൃത്തികളും യേശുനാമത്തിൽ ചെയ്യണം. തിരുസഭ പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിലാണ് അർപ്പിക്കുന്നത്. 12 അവ ആവശ്യ നേരങ്ങളിൽ വിളിക്കാവുന്ന ഏക നാമം യേശുനാമം. സഭയിലെ ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ. യേശുനാമത്തെക്കുറിച്ചുള്ള ഈ വിശുദ്ധന്റെ അഭിപ്രായം ശ്രദ്ധിക്കുക. നിങ്ങൾ രോഗബാധിതരും സന്താപപക്ഷരും ഭയചകിതരും പൈശാചിക പ്രലോഭന വിധേയരും മാനവാക്രമണ വിശരനും ആണെങ്കിൽ ഈശോയുടെ തിരുനാമം വിളിക്കുക. വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ. ആവശ്യ സമനേരങ്ങളിൽ വിളിക്കാവുന്ന ഉറപ്പുള്ള സങ്കേതമാണ് യേശുനാമം. നാം ഈ അനുഗ്രഹം വിളിക്കുമ്പോഴും ഈ അനുഗ്രഹനാമം വിളിക്കുമെന്നും യേശു എന്ന നാമത്തിന്റെ സംരക്ഷണം അനുഗ്രഹം പ്രാപിക്കണമെന്നും പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവൻ അവിടുന്ന് തന്റെ സമ്പത്ത് വർദ്ധിക്കുന്നു. എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുന്നു. ഇത് റോമൻ 10:12-13.
പ്രവാചക ഗ്രന്ഥത്തിലും സങ്കീർത്തനങ്ങളിലും ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ഇത് ഹോസിയ 7:14. ജനതകൾ എന്നെ വലയം ചെയ്തു, കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചു. അവരെന്നെ വലയം ചെയ്തു, എല്ലാ വശത്തു നിന്നും അവരെന്നെ വളഞ്ഞു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു, തേനീച്ച പോലെ അവരെന്നെ പൊതിഞ്ഞു. മുൾപടർപ്പിനു പടർന്ന തീ പോലെ അവർ ആളിക്കത്തി. കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. ഇത് സങ്കീർത്തനം 118, 10-12 വാക്യം. ഇത് ലാസ്റ്റ് മരണനേരത്ത് ഉരുവിടാവുന്ന അനുഗ്രഹനാമം യേശുനാമം. അനേകം ക്രിസ്ത്യാനികൾ മരണനേരത്ത് തുണയും സങ്കേതവും കണ്ടെത്തിയ നാമമാണിത്. അനുഗ്രഹീതമായ വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക് മരിക്കുമ്പോൾ യേശു എന്ന നാമം ഉരുവിട്ടാണ് മരിച്ചത്. ഇത് CCC പേജ് നമ്പർ 85 എഴുതിയിട്ടുണ്ട്. വിശുദ്ധ മാർഗരറ്റ് മേരി ആലംകോക്ക് മരിക്കുമ്പോൾ യേശു എന്ന നാമം മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഉണരുക, പങ്കുചേരുക. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുന്നു. മത്തായി 28:20. യേശു പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വില കൽപ്പിക്കണം. അവ പഠിക്കണം. ഈ പുസ്തകം വായിച്ച എൻ്റെ സഹോദരി, ഈ പുസ്തകം കേട്ട സഹോദരി, അനേകർ ഈ ദൂത് അറിയുവാൻ നീ കൂടെ അധ്വാനിക്കണം. ഇതിന്റെ ധാരാളം കോപ്പികൾ വാങ്ങി വിതരണം ചെയ്യണം. അനേകരോട് യേശു നാമത്തെ പറ്റി പറയണം. അങ്ങനെ നീ ഇന്നു മുതൽ യേശുവിൻ്റെ സാക്ഷിയായിരിക്കും.